പ്രമേഹം നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതിനും വെച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാതെ ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഒരു പ്ലേറ്റിലല്ലേ ആഹാരം എടുക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിനെ നിങ്ങൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക മനസ്സിൽ. ഈ 4 കോളങ്ങളാക്കുക ആ പ്ലേറ്റിനെ. അതിൽ ഒരു കോളത്തിൽ നമ്മൾ എന്തെടുക്കണം? കാർബോഹൈഡ്രേറ്റ്. അതായത് രാവിലെ ആണെങ്കിൽ പുട്ടോ ഇടിയപ്പോ ഇഡലിയോ അത് ഒരു കോളത്തിൽ മാത്രം എടുക്കുക. ചോറാണെങ്കിലും ഒരു കോളത്തിൽ എടുക്കുക. 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു കോളത്തിൽ. അത് മതി നമ്മുടെ ശരീരത്തിന്. ഒരു കോളത്തിൽ ഇറച്ചി, മീൻ, മുട്ട ഇതിലേതെങ്കിലും ഒക്കെ എടുക്കാം. ഇനി നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ പയറ്, കടല, പനീർ പോലുള്ള സാധനങ്ങൾ വെക്കുക. ബാക്കിയുള്ള ആ ഒരു 2 കോളങ്ങളുണ്ടല്ലോ, ആ പ്ലേറ്റിന്റെ പകുതി വെജിറ്റബിൾസ്, പച്ചക്കറികളും ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളും കൊണ്ട് നിറയ്ക്കുക. ഇപ്പോൾ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോരൻ എടുക്കാം, അല്ലെങ്കിൽ സലാഡ്സ്, ഇപ്പോൾ കുക്കുംബർ പോലുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാതെ നമുക്കതിൽ ഉൾപ്പെടുത്തി കഴിക്കാം. കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. ഈ രീതിയിൽ വേണം നമ്മൾ ആഹാരം കഴിക്കാൻ. ഇതാണ് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാകും. അതിനോടൊപ്പം തന്നെ മോരോ അല്ലെങ്കിൽ തൈര് പോലുള്ള സാധനങ്ങൾ ഇടയ്ക്ക് കഴിക്കാം. തൈര് എല്ലാ ദിവസവും കഴിക്കുന്നതിലും മോര് കഴിക്കുന്നതാണ്, റെഗുലറായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. തൈര് ഇടവിട്ട ദിവസങ്ങളിൽ വേണമെങ്കിൽ കഴിക്കാം. അതൊരു പ്രോബയോട്ടിക് ആയിട്ടുള്ള വയറിന് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ആഹാരം കഴിച്ചു നോക്കൂ. എന്നിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.